ലെറ്റ്സ് മീറ്റ് അവർ ബ്രൈഡ് ഫ്രം നാദാപുരം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടൊരു റോയൽ ലുക്കായിരുന്നു ക്ലയൻറ്റിൻ്റെ പ്രിഫറൻസ് ഉണ്ടായിരുന്നത്. ഈ ഒരു സ്കെച്ചും അതുപോലെ തന്നെ ഈ ഒരു ഔട്ട്ഫിറ്റ് ഇമേജും ആണ് ക്ലയൻറ്റ് നമുക്ക് റെഫറൻസ് ആയിട്ട് തന്നിട്ടുള്ളത്. ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ കളറിൽ വെൽവെറ്റ് ഫാബ്രിക് യൂസ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കംപ്ലീറ്റ് ലുക്ക് നമ്മൾ ചെയ്തിട്ടുള്ളത്. വെൽവെറ്റ് ഫാബ്രിക് ഡാർക്ക് കളേഴ്സിലേക്ക് പോകുമ്പോൾ ഒരു റോയൽ ലുക്ക് നമുക്ക് ഔട്ട്ഫിറ്റിന് കിട്ടും. ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ട് കസ്റ്റമർ തന്ന റെഫറൻസ് ബേസ് ചെയ്തിട്ടുള്ള ഹാൻഡ് വർക്ക് ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ബാക്ക് സൈഡ് ഓൾസോ ഹെവി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. 2 പാർട്സ് ആയിട്ടാണ് ഈ ഒരു ഗൗൺ വരുന്നത്. ഇന്നർ ഗൗൺ ആൻഡ് ഒരു കേപ്പ് സ്റ്റൈൽ വെയർ ചെയ്യുന്ന ഒരു ഔട്ട്ഫിറ്റാണ്. അപ്പോൾ നമുക്ക് ബ്രൈഡിൻ്റെ സ്റ്റൈലിംഗ് ഒക്കെ ഒന്ന് കണ്ടുവെക്കാം. ഒരു 10 days ഗ്യാപ്പിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഭയങ്കര റിസ്ക് ആയിട്ടുള്ള കാര്യമായിരുന്നു. കാരണം ഒരുപാട് വർക്ക്സ് ഉള്ള ആ ഒരു ടൈമിൽ തന്നെയാണ് ഈ ഒരു ഔട്ട്ഫിറ്റിൻ്റെ വർക്ക് നമ്മൾ എടുത്തത്. പക്ഷേ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കുമ്പോൾ അത് പുതിയൊരു പാറ്റേൺ ആണ്, യുണീക്ക് ആയിട്ടുള്ള. നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഡിസൈൻസ് ആണെങ്കിൽ നമ്മൾ എത്ര ലേറ്റ് ആയിട്ട് വരുന്ന ഓർഡേഴ്സ് ആയാലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കലുണ്ട്. കാരണം നമുക്കതൊരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അത് ചെയ്യുമ്പോൾ. പുതിയ വർക്ക്, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. പുതിയ സ്റ്റിച്ചിങ് പാറ്റേൺ, ഹാൻഡ് വർക്ക്സ് ഒക്കെ ആകുമ്പോൾ ആ ഒരു രീതിയിലെടുത്ത വർക്കാണ്. എന്തായാലും അതിൻ്റെ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കസ്റ്റമർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. നമ്മുടെ പ്ലേസ് വരുന്നത് കണ്ണൂരാണ്. അടിപൊളിയായിട്ടുള്ള ഓൺലൈൻ സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.